ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നെന്നെ പരിപാടി? ഇന്ന് ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കുന്ന പരിപാടി തന്നെ. അവനവന്റെ കയ്യിൽ എന്തോരം ബുക്കുണ്ടോ അത് വെക്കാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു കാർഡ്ബോർഡ് പെട്ടി അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും, എടുത്തോണ്ട് വേഗം പോരെ. ഇല്ലേ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. ഈ മേലത്തെ സംഗതികളൊന്നും നമുക്ക് വേണ്ട, അതെല്ലാം അങ്ങോട്ട് വെട്ടി ചീന്തി പള്ളേ കളഞ്ഞേക്ക്. ഉള്ളത് പറയാലോ, എന്റെ കയ്യിലുള്ള ബുക്കിന്റെ എണ്ണം അനുസരിച്ച് ഇത്രയും വലിയ പെട്ടിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പോൾ ബുക്കില്ലാന്നേ ഉള്ളൂ. ശരിക്കും എന്റെ കയ്യിൽ ഇത്തിരി കൂടെ ബുക്കുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലത്തേക്ക് കെട്ടിപ്പറക്കി കൊണ്ടുവന്ന് അതെല്ലാം കൂടെ വെക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് അതെല്ലാം ഭദ്രമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഓർഗനൈസറൊക്കെ ആയ സ്ഥിതിക്ക് ഓരോന്നോരോന്നായി കൊണ്ടുവന്ന് ഇതിലേക്ക് പെറുക്കി വെക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. ഇപ്പൊ ഈ പെട്ടിയുടെ 3 സൈഡിലായിട്ട് ഞാൻ ഓരോരോ വര കൊടുത്തത് എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ? അതാട്ടോ ഇതിന്റെ മെയിൻ. ആ വരയുടെ മേൽഭാഗത്തുള്ള ഒരു സംഭവം പോലും നമുക്ക് ആവശ്യമില്ല, അതെല്ലാം വെട്ടിക്കളഞ്ഞേക്കുക. വെട്ടിക്കളയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇനി ഒട്ടിക്കലും പറ്റിക്കലും ആയിരിക്കുമല്ലോ. പേപ്പർ ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ മേൽഭാഗം വൃത്തികേടായിട്ട് ഇരിക്കണ്ടല്ലോ എന്നോർത്തിട്ടാണ് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചത്. എന്നിട്ട് അവസാനം മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച സമയം മാത്രം നഷ്ടമായി എന്നല്ലാണ്ട് ആ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചത് ഒന്നും കണ്ടില്ല. അതിന്റെ പൊക്കത്തോടെയൊക്കെ ഞാൻ പേപ്പർ ഒട്ടിച്ചു വിട്ടു. മാസ്കിംഗ് ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നവര് ഇതിന്റെ സൈഡിൽ കൂടെ മാത്രം പേപ്പർ ഒട്ടിക്കുന്ന പരിപാടി നോക്കിയാൽ മതി. എന്നെ പോലത്തെ വട്ടുപരിപാടി ഒന്നും കാണിക്കണ്ട. പിന്നെ എന്താണെങ്കിലും ഒട്ടിച്ചു പോയി, അതങ്ങ് കാണിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങ് കാണിച്ചെന്നേ ഉള്ളൂ. പേപ്പർ ഒട്ടിക്കുന്ന പരിപാടി സത്യത്തിലെ ഒരു ചൊറ പിടിച്ച പരിപാടി അല്ലേ? കുറച്ച് ചൊറയൊക്കെയാണ്. അതുകൊണ്ട് കയ്യിൽ നല്ല ക്യൂട്ട് ഡിസൈൻ ഒക്കെയുള്ള കവറിംഗ് പേപ്പർ ഉള്ളവര് അത് വെച്ചിട്ട് ഒരു പൊതിയിൽ അങ്ങ് പൊതിഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇതെന്തിനാ വൈറ്റ് പേപ്പർ കൊണ്ട് പൊതിങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിലുള്ള ഒരു ഡിസൈൻ ഇതിലേക്ക് പകർത്തുവാൻ വേണ്ടിയിട്ടാണ്. പകർത്തിയത് അത്ര വലിയ സെറ്റായില്ലെങ്കിലും പറയാലോ, കയ്യിലിരിക്കുന്നവനെല്ലാം അറിയുന്നവനാണെങ്കിലും നമുക്ക് എന്ത് വാങ്ങണമെങ്കിലും റെക്കമെൻഡേഷൻ തരുമെങ്കിലും ഇജാതി സാധനങ്ങളൊന്നും ആൾക്ക് അത്രയ്ക്ക് വ്യക്തമാവുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ സംഭവത്തിന് മാത്രം റെക്കമെൻഡേഷൻ ഇതുവരെയും കണ്ടിട്ടില്ല. പിന്നെ കയ്യിൽ കടലാസും കളർ സ്കെച്ചൊക്കെ ഉള്ളപ്പോൾ കയ്യിലിരിക്കുന്ന കൈനെ വെറുതെ കളയണോ? ഇത്തിരി കഷ്ടപ്പെടണം, അതുള്ളത് തന്നെയാ. എന്നാലും ഇത്തിരി കഷ്ടപ്പെട്ടാലല്ലേ ഇഷ്ടപ്പെട്ടതിനെയൊക്കെ കയ്യിലാക്കാൻ പറ്റുള്ളൂ. പിന്നുണ്ടല്ലോ, ഞാൻ ഈ പേപ്പർ കട്ട് ചെയ്യുന്ന മെത്തേഡൊന്നും ആരും യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് പേപ്പർ കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിച്ചാൽ മതി. അല്ലാണ്ട് ഞാൻ ചെയ്യണ തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. എന്റെ രീതി എന്ന് പറയുന്നത് വളഞ്ഞു മൂക്ക പിടിക്കുന്ന രീതിയാണ്. സിമ്പിളൊക്കെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ കോംപ്ലിക്കേറ്റഡ് മാത്രമാണ് തലയിൽ വലിച്ച് കയറ്റാറുള്ളൂ. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ പുറത്തും അകത്തും ഒക്കെ വെള്ള പേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഡിസൈൻ കൊടുക്കാനുള്ള സമയമായി. ഈ ലോകത്ത് കോടാനുകൂടി ഡിസൈനുകളുണ്ട്, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് എവിടെ കൂടെയെങ്കിലും സൈഡിൽ കിടക്കണ കോംപ്ലിക്കേറ്റഡ് വഴി കൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കൂ. എന്നിട്ട് അവസാനം ഒരു അന്തോങ്ങൊന്നും ഇല്ലാണ്ട് ഒരു ഇരിപ്പാണ്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല കേട്ടോ. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് കയ്യിൽ നിന്ന് മുഴുവൻ പോയിന്ന്. പക്ഷെ അവസാനമായപ്പോൾ എനിക്ക് സന്തോഷമായി. മനസ്സിൽ കിടന്ന ഡിസൈൻ അതുപോലെ അങ്ങ് വന്നില്ലെങ്കിലും ഏകദേശം അതിന്റെ ഒരു വൈബ് കിട്ടി. നമുക്കത് പോരെ അളിയാ. പിന്നെ ഞാൻ ഈ സ്പീഡിൽ വരയ്ക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് സംഭവം തീരുന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. ഞാനിത് ഭയങ്കര സ്പീഡ് കൂട്ടിയിട്ടേക്കണേ, നല്ല ടൈം എടുക്കും വരയ്ക്കാൻ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ എടുത്തേക്കുന്ന ബോക്സ് എന്ന് വെച്ചാൽ 4-5 നാരങ്ങ വരച്ചാൽ തീരണ ബോക്സ് വല്ലതും ആണോ? ചക്കപ്പോത്ത് പോലെയുള്ള ഒരു ബോക്സ് എടുത്തേച്ച് ഞാൻ എത്ര നേരം ഇത് വരച്ചോണ്ടിരുന്നേന്ന് അറിയാവോ? പിന്നെ ആശ്വാസം എന്താന്ന് വെച്ചാൽ വെട്ടിയതും ഒട്ടിച്ചതും വരച്ചതൊന്നും വെറുതെ പാഴായി പോയി. അല്ല, കട്ടിയുള്ള കാർഡ്ബോർഡ് വെട്ടിയത് കാരണം കുറേ നാൾ ഇരുന്നോളും. പിന്നെ ഇതിനെ നമ്മൾ പന്ത് കെട്ടി കളിക്കണ പോലെ എപ്പോഴും എടുത്ത് ഉപയോഗിക്കുന്നില്ലല്ലോ. ബുക്ക് എടുക്കുവാണെങ്കിൽ പോലും ബുക്കിൽ മാത്രമല്ലേ പിടിക്കുള്ളൂ, ഇതിൽ പിടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. അപ്പൊ ഡിസൈൻ ഒക്കെ അവനവന്റെ ഇഷ്ടത്തിന് സിമ്പിൾ ആയിട്ട് കൊടുത്തേച്ചാൽ മതി. പക്ഷെ ഇതുപോലെ ഒരെണ്ണം വീട്ടിലെ ടേബിളിലൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ ബുക്കുകളൊക്കെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളൂ. പിന്നെ പേര് മാത്രമേ ഉള്ളൂ ബുക്ക് ഓർഗനൈസറിന്. ഇതിന്റെ അകത്ത് വേറെ മല്ലറ ചില്ലറ കണങ്ങുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ടാറ്റാ, അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.